ഹലോ, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. രാവിലെ 9:30ക്കാണ് നമ്മൾ കുർബാനയ്ക്ക് പോയത്. പള്ളിയിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ളതാണ്. സാധാരണ നമ്മൾ 9:30 കുർബാനയ്ക്കൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പിന്നീട് വീട്ടിൽ പോയി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ടാണ്. പിന്നീട് നമ്മൾ ചോറ് വേവാനായിട്ട് വെച്ചു. ഇത് നമ്മൾ മീൻ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഓൾറെഡി മീൻ പൊരിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മീൻ വറുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. പിന്നീട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വെണ്ടയ്ക്കയാണ്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ലഞ്ച് ബോക്സിൽ വെച്ച് തരുന്ന ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക. അതിൻ്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സാമ്പാർ. പിന്നെ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ തരുന്ന ഒരു എന്താ പറയുക, ഒരു തോരനാണിത്. ഇത് നമ്മൾ മുട്ടയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചോറൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു മിഠായി കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിഠായിയാണ്. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ ഓൾറെഡി കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഒന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ട്. എന്നിട്ട് കറിവേപ്പിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മീൻ ഒരിക്കലും അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും വർക്കാവും. പിന്നീട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വിളമ്പി. ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഈ ഇടയായിട്ട് കുറച്ച് അധികം ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഈ ഒരു തോരൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ കൂടുതൽ എടുത്തു. പിന്നീട് നമ്മൾ പൊരിച്ച മീൻ അത് 2 കുറഞ്ഞു പോയോ എന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ എനിക്ക്. പിന്നീട് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച് വെളുത്തുള്ളി അച്ചാർ അത് ഇതിന് ടേസ്റ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ ലവലോലിക്കാണ്, അത് കുറേ നാളെ ഉപ്പിലിട്ട് വെച്ചത്. ഇപ്പോൾ ഭയങ്കര സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 7:30 ആയപ്പോഴത്തേനും ഇങ്ങനെ പഴം ജസ്റ്റ് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് കഴിച്ചു. പിന്നെ വേറെ ഒന്നും കഴിക്കാനുള്ള വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരുങ്ങി പള്ളിയിൽ പോയി. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കസിൻ്റെ അവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഫ്രം മേരി.